ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. നാളെ മെയ് 1-ാം തീയതി മലയാളത്തിൽ അടുത്തൊരു പ്രധാനപ്പെട്ട സിനിമ കൂടി തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. നിവിൻ പോളി നായകനാക്കി ഡിജു ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയാണ് നാളെ മെയ് 1-ാം തീയതി ബുധനാഴ്ച ദിവസം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. പല വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ പ്രൊമോ കണ്ടന്റുകളിൽ നിന്ന് വ്യക്തമാണ്. തൊഴിലാളികളുടെ ദിനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ നമ്മുടെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല എന്ന് പ്രതീക്ഷിക്കാം. 2-3 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ട സിനിമയ്ക്ക് മികച്ചൊരു ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് എല്ലാം തന്നെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ സിനിമയുടെ പ്രീ സെയിൽ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. ഇന്ന് രാത്രിയോടെ അത് പുറത്തു വരും. അതറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. മാജിക് ഫ്രെയിംസിന്റെ ലിമിറ്റഡ് പ്രൊമോഷൻസുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ പ്രസ് മീറ്റ് എല്ലാം തന്നെ ഇന്ന് കൊച്ചിയിൽ നടക്കുകയുണ്ടായി. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. നടികർ എന്ന സിനിമ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയോടൊപ്പം ക്ലാഷ് റിലീസായിട്ട് ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന മറ്റൊരു മലയാളം സിനിമയാണല്ലോ. ടൊവിനോയുടെ അടുത്തൊരു കളർഫുൾ എന്റർടൈനർ സിനിമയായിട്ട് വരാനിരിക്കുന്ന സിനിമ മെയ് 3-ാം തീയതിയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമയൊരുക്കിയ ലാൽ ജൂനിയർ ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് GCC രാജ്യങ്ങളിൽ ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ നാളെ മെയ് 1-ാം തീയതി സിനിമയുടെ ബുക്കിംഗ് ആരംഭിക്കും. മലയാളി ഫ്രം ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ പ്രൊമോഷണൽ അഭിമുഖങ്ങൾ അതോടൊപ്പം തന്നെ പ്രസ് മീറ്റ് എല്ലാം തന്നെ നടന്ന സിനിമയാണ് നടികർ. എന്തായാലും മികച്ചൊരു ബുക്കിംഗ് എല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നു. എത്രത്തോളം സിനിമ ഹൈപ്പ് നേടിയെടുത്തു എന്ന് ബുക്കിംഗ് സ്റ്റാറ്റസിൽ നിന്ന് വ്യക്തമാകും. കാത്തിരിക്കൂ നടികറിന്റെ കൂടുതൽ വാർത്തകൾ കേട്ടാം. ആടുജീവിതത്തിന് ശേഷം 2024 എന്ന ഈ വർഷം റിലീസ് പ്രീപോണ്ട് ചെയ്ത ഒരു മലയാളം സിനിമയാണല്ലോ മമ്മൂട്ടി നായകനായി എത്തുന്ന ടർബോ. വൈശാഖിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ഈ മാസ് ആക്ഷൻ കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമ ജൂൺ 13-ന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് 1-2 ആഴ്ചകൾക്ക് മുന്നേ അറിയിച്ചതെങ്കിൽ പോലും അണിയറ പ്രവർത്തകർ ആ തീരുമാനത്തിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് ജൂണിൽ നിന്ന് മെയ്യിലേക്ക് പ്രീപോണ്ട് ചെയ്തിരിക്കുകയാണ്. മെയ് 23-ന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഇന്നലെ അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇന്നോ അതല്ലെങ്കിൽ നാളെയോ സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും സിനിമയുടെ ടീസർ പ്രഖ്യാപനം എല്ലാം തന്നെ ഈ ആഴ്ച തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇങ്ങനൊരു അപ്ഡേറ്റ് ഒരു സുപ്രഭാതത്തിൽ വന്നതോടെ സിനിമയുടെ അണിയറ പ്രവർത്തകർ നിലവിൽ എടുക്കുന്ന ഈ ഒരു പ്രീപോണ്ട് ഡിസിഷൻ എല്ലാം തന്നെ നല്ല തീരുമാനമാണോ എന്നൊരു സംശയം കൂടുതൽ പ്രേക്ഷകരിൽ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ തീരുമാനമാണ് കൂടുതൽ നല്ലത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. നേരത്തെ പ്രഖ്യാപിച്ച ജൂൺ 13-നാണ് സിനിമ റിലീസ് ചെയ്യുന്നതെങ്കിൽ ബക്രീദ് റിലീസ് എന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ പോലും അന്നേ ദിവസം ഇന്ത്യൻ 2 തിയേറ്ററുകളിലേക്ക് എത്തുന്നു. 2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ കൽക്കി പോലൊരു വമ്പൻ ഇന്ത്യൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അതേസമയം മെയ് 23 ആണെങ്കിൽ ഏകദേശം 20 ദിവസത്തോളം സിനിമയ്ക്ക് ഒരു സിനിമയും തിയേറ്ററുകളിലെ ക്ലാഷ് ഇല്ലാതെ മുന്നേറാം. അതിൽ 10 ദിവസം അവധിക്കാലവുമാണ്. എന്തായാലും മഴയില്ലാത്തൊരു സാഹചര്യത്തിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ നല്ലൊരു റിലീസ് ആയിരിക്കും ടർബോയ്ക്ക് മെയ് 23 എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇനി വരേണ്ടത് പുതിയ റിലീസ് അപ്ഡേറ്റും ഒപ്പം തന്നെ സിനിമയുടെ പ്രൊമോഷണൽ അപ്ഡേറ്റുകൾ, അതായത് ടീസർ ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകളാണ്. കാത്തിരിക്കൂ ടർബോ എന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്.